മിക്ക ബ്യൂട്ടി പാർലറുകാരും അവഗണിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ നമ്മുടെ ഹെയറിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുഖത്തിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യും. പക്ഷേ ഇവർ കാരണം ചിലപ്പോൾ തിരക്കുള്ളൊരു ബ്യൂട്ടി പാർലർ ആയിരിക്കും. ഇവർ നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കൃത്യമായ ഡയറക്ഷൻസ്, അതായത് നമ്മളുടെ ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്ത് പോകേണ്ടത്, ഇതിനൊരു കെയർ ഫോളോ അപ്പ് എങ്ങനെ കൊടുക്കണം, അത് എത്ര ബ്യൂട്ടി പാർലറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്? കാരണം നമ്മൾ ചിലപ്പോൾ 10,000 രൂപ, 20,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ ഇത്രയും വില വരുന്ന ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നമ്മളവിടെ ചെയ്തത്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ഷൻ അല്ല നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മളുടെ പൈസയും പോയി, അതിലുപരി നമ്മൾ ഏത് ട്രീറ്റ്മെൻ്റ് ആണോ ചെയ്തത് അതിൽ നിന്നും നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ, കാരണം ഏതൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അതിന് കറക്റ്റായിട്ടുള്ള ഒരു കെയറിങ് കൂടെ ഉണ്ടാകണം. അതില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ റിസൾട്ടിനേക്കാൾ കൂടുതൽ റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇപ്പം നാനോപ്ലാസ്റ്റി, ഇപ്പോൾ ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാനോപ്ലാസ്റ്റി പോലെയുള്ള ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി അങ്ങനെയല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മളുടെ മുടിയെ വീണ്ടും വളരെയധികം മോശമാക്കുകയും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ പൈസ മുടക്കിയത് ആ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യത്തില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരണം നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഓയിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് തരം ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. അതുകൂടാതെ അതുപോലെ തന്നെയാണ് നമ്മൾ ഫേഷ്യൽ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ, നമ്മൾ ഫേഷ്യൽ കഴിയുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം മോർണിംഗിൽ റെഗുലറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇത്ര ദിവസം സോപ്പ് ഉപയോഗിക്കുന്നത് ഇത്ര ദിവസം കഴിഞ്ഞ് സോപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ, നിങ്ങളുടെ പിന്നെ മുഖത്ത് ഒരുപാട് ചൂട് കൊള്ളാൻ പാടില്ല. ഇങ്ങനെയുള്ള ഡയറക്ഷൻ കൃത്യമായിട്ട് നമുക്ക് തന്നാൽ കൃത്യമായിട്ട് നമ്മൾ അത് അവർ നമുക്ക് ശരിയായ രീതിയിലുള്ള ഡയറക്ഷൻ അവരിൽ നിന്ന് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ അവഗണിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്തു, നമുക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അവർ വിട്ടു. ഇങ്ങനെയും പല ബ്യൂട്ടി പാർലറുകളും നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോടായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കയ്യിലെ പൈസ കൊടുത്ത് നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾക്കും കൂടുതൽ ബെനിഫിറ്റ്സ് ലഭിക്കണമെന്ന് തന്നെ വിശ്വസിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണോ അവരോട് ചോദിക്കാനുള്ളത് അത് നേരിട്ട് തന്നെ